ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സെൻസർഷിപ്പിനെ കുറിച്ചുള്ള ഒരു വിചിത്രമായ അതുപോലെ തന്നെ ഗൗരവകരമായ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ദ വയറിന്റെ എഡിറ്ററായ സിദ്ധാർത്ഥ് വരദരാജൻ എഴുതിയൊരു ലേഖനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഒരു പഴയ സ്കൂൾ കുട്ടിയുടെ കഥ എങ്ങനെയാണ് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെടുന്നത്? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ സംഗതി അല്പം ഗൗരവമുള്ളതാണ്. സംഭവം ഇതാണ്: നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം 1960കളിൽ ഒരു റോബോട്ടിനെ നിർമ്മിച്ചു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായി. ഈ റോബോട്ടിന് വലിയ പ്രശംസകൾ ലഭിച്ചു എന്നും ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് വരദരാജൻ തന്റെ ലേഖനത്തിൽ ഈ അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ റോബോട്ട് നിർമ്മിക്കപ്പെട്ടത് 1982 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ 1960കളിൽ ഒരു സ്കൂൾ കുട്ടി റോബോട്ട് നിർമ്മിച്ചു എന്നത് യുക്തിക്ക് നിരക്കാത്ത ഒന്നാണെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടി. ഇനിയാണ് ഇവിടെ ട്വിസ്റ്റ്. മുതിർന്ന മാധ്യമപ്രവർത്തകയായ മൃണാൾ പാണ്ഡെ അടക്കം ഇതിനെ കളിയാക്കിക്കൊണ്ട് എക്സിൽ പോസ്റ്റ് ഇട്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? IT മന്ത്രാലയം IT ആക്ട് 69A ഉപയോഗിച്ച് ഈ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്യണമെന്ന് എക്സിനോട് പറഞ്ഞു. എന്താണ് ഈ 69A വകുപ്പ്? ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത, പ്രതിരോധം, സുരക്ഷ എന്നിവയ്ക്ക് ഭീഷണിയാകുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണിത്. വരദരാജൻ തന്റെ ലേഖനത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കൂൾ കാലത്തെ റോബോട്ട് കഥയെ പരിഹസിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്നത്? സിദ്ധാർത്ഥ് വരദരാജൻ തന്റെ ലേഖനത്തിൽ IT മന്ത്രിയായ അശ്വിനി വൈഷ്ണവിനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സർക്കാരിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെയുള്ള എന്തെങ്കിലും പോസ്റ്റ് വന്നാൽ അത് നീക്കം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതിന് അദ്ദേഹം ഡിലീഷൻ ബാബ എന്നൊരു പേരും ലേഖനത്തിലൂടെ ഇട്ടിട്ടുണ്ട്. സത്യം പറയുന്നതിനെയല്ല, മറിച്ച് അധികാരികളെ ആരെങ്കിലും പരിഹസിക്കുമോ എന്ന് സർക്കാർ ഭയപ്പെടുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങളെയും തമാശകളെയും പോലും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് മുദ്രകുത്തുന്നത് എത്രത്തോളം അപകടകരമാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വസ്തുതകൾ പരിശോധിക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉള്ള ഒരു പൗരന്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത്. പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നത്.